ജി സുധാകരൻ സഹ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള പി കെ ചന്ദ്രാനന്ദൻ, അതായത് പുന്നപ്ര വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് കാലിൽ വെടിയുണ്ടയുമായി ജീവിച്ച് മരിച്ച പി കെ ചന്ദ്രാനന്ദൻ, അതുപോലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ടവറിംഗ് ഫിഗർ ആയിട്ടുള്ള സഹ വി എസ് അച്യുതാനന്ദൻ, അതിനുശേഷം ഉള്ള ഏറ്റവും മുതിർന്ന നേതാവും ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളും കൂടിയാണ് സഹ ജി സുധാകരൻ. ജി സുധാകരൻ വളരെ ദീർഘകാലം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഭരണം നടത്തിയ ആളാണ്. ഇപ്പം ഇതിന്റെ പാർട്ടി പാരമ്പര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സജി ചെറിയാൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു നേതാവാണ്. കാര്യം അദ്ദേഹം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് എ കെ ബാലനാണെങ്കിലും അദ്ദേഹം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ എ കെ ബാലൻ ബ്രണ്ണൻ കോളേജിലെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവിടെ ഒരു പ്രതിനിധി മാത്രമായിരുന്നു എ കെ ബാലൻ. അപ്പൊ എ കെ ബാലനോ അല്ലെങ്കിൽ എ കെ ബാലൻ പോട്ടെ, സജി ചെറിയാനെന്നും ജി സുധാകരനെ വിമർശിക്കാനുള്ള അത്ര തക്ക തലപ്പൊക്കമൊന്നും ആയിട്ടില്ല. മന്ത്രിയായിരിക്കാം, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കാം, ഒക്കെ ശരി തന്നെയാണ്. ഈ ജി സുധാകരനോട് സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ പാർട്ടിയോട് ചേർന്ന് പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് പാർട്ടിക്ക് ചേർന്ന് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് ജി സുധാകരൻ പറയുന്നത്. ജി സുധാകരൻ വളരെ ഇമോഷണലി ക്യാരീഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം കവിത എഴുതാതിരുന്നാൽ മാത്രം മതി. അത് മാത്രമേ ഞാൻ വിമർശനമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നുള്ളൂ. അപ്പൊ കവിതയൊക്കെ എഴുതുക എന്ന് പറയുന്നത് അത്രയും ഇമോഷണലി ഇതായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ, വൈകാരികമായി ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ കഴിയുന്ന ഒരു കാര്യമാണ്. അത് കവിതയുടെ ക്വാളിറ്റിയെ കുറിച്ച് വിലയിരുത്താൻ ഞാൻ ആളല്ല. പലപ്പോഴും തമാശയായിട്ടാണ് പൊതുവേദികളിൽ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും അത്ര തരളത ഹൃദയനായ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ, ഒരാളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സൂക്ഷിച്ചും കണ്ട് ഇടപെടണം.